ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അബാക്കസിനെ കുറിച്ചാണ്. എൻ്റെ മുൻപിലിരിക്കുന്ന ഈ ഉപകരണത്തിനെയാണ് അബാക്കസ് എന്ന് വിളിക്കുന്നത്. അബാക്കസ് എന്നാൽ കണക്ക് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഒരു ഉപകരണമാണ്. അബാക്കസിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് പഠിച്ചാലോ? ഈ ഏറ്റവും പുറത്ത് കാണുന്ന ഈ ഭാഗത്തിനെയാണ് ഫ്രെയിം എന്ന് നമ്മൾ വിളിക്കുന്നത്. പിന്നെ ഇത് ടോപ്പ് ബീഡ്, ഇത് ബോട്ടം ബീഡ്. നമുക്ക് ഈ ടോപ്പ് ബീഡിൻ്റെ ബോട്ടം ബീഡിൻ്റെയും വാല്യൂ എന്ന് പറഞ്ഞ പ്രാധാന്യം പഠിച്ചാലോ? ഇതാണ് ടോപ്പ് ബീഡ്. ഇതിന് 5 വാല്യൂ ആണുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 5 എന്നാണ് അർത്ഥം. ഇതാണ് ബോട്ടം ബീഡ്. ഇതിൻ്റെ ഒരെണ്ണത്തിന് 1 വാല്യൂ ആണുള്ളത്. അതായത് നമ്മൾ 1 2 3 വെക്കുമ്പോൾ ഇത് 1, ഇത് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 1 കൂടി കഴിയുമ്പോൾ 2 ആണ്. ഇത് 1 എന്ന് സങ്കല്പിക്കുക, ഇത് 5 ആണെന്ന് സങ്കല്പിക്കുക. അപ്പം 5ഉം 1ഉം 6, ഇതാണ് 6. അപ്പം നമുക്ക് 1 മുതൽ 10 വരെ ഒന്ന് അബാക്കസെ വെച്ച് നോക്കിയാലോ? ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, പിന്നെ 5 ഇത് മാത്രമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഇതൊന്നും വേണ്ട, ഇതങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. ഇത് 5, പിന്നെ 1. പക്ഷേ ഇവിടെ ഒരാളുണ്ട്, ആരാ? 5. അപ്പം 5ഉം 1ഉം 6, ഇത് 7. അപ്പം 5ഉം പിന്നെ 2ഉം 7, പിന്നെ 8, 5ഉം പിന്നെ 1 2 3 3, ഇത് 9. 5ഉം 4ഉം, അഥവാ 5 6 7 8 9. പിന്നെ 10 വരുമ്പോൾ നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത്. ഇത് 1ൻ്റെ സ്ഥാനമാണ്. നിങ്ങൾ സ്കൂളിലെ ക്ലാസ്സുകളിൽ സ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കുമല്ലോ. ഇത് 1s 10s 100s 1000s ഇങ്ങനെയാണ് പോകുന്നത്. ഇത് 1സിൻ്റെ സ്ഥാനമാണ്. 1സിൻ്റെ സ്ഥാനത്ത് മുഴുവനും വെച്ച് കഴിഞ്ഞാൽ 9 ആണ്. അഥവാ ഒരു ഇതുപോലെയുള്ള ഇതിനെയാണ് നമ്മൾ ബാർ എന്ന് വിളിക്കുന്നത്. റോഡെന്നാണ് വിളിക്കുന്നത്. സോറി. ഈ ഒരു റോഡ് മൊത്തം 9 ഇതാണുള്ളത്. അപ്പോൾ നമ്മളിവിടെ 9 വെച്ചു, പിന്നെ നമുക്ക് 10 വെക്കാൻ സ്ഥലമില്ല. അന്നേരം നമ്മൾ ഇങ്ങോട്ട് മാറ്റി 1 വെക്കും. പക്ഷേ ഇവിടെ 1ൻ്റെ സ്ഥാനമുണ്ട്. അപ്പം ഇവിടെ 0 ആണ്, ഇവിടെ വാല്യൂ ഇല്ല. അപ്പം 1ഉം 0ഉം 10. അങ്ങനെ നമ്മൾ ഇത് മനസ്സിലാക്കുന്നു.